എന്താണെങ്കിലും അർജുനും ശ്രീതുമാണ് കേട്ടോ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത്. അത് പാത്രം കഴുകുന്നതായിക്കോട്ടെ, കുക്കിംഗ് ആയിക്കോട്ടെ. ഇപ്പം കിച്ചൺ ഡ്യൂട്ടി അങ്ങനെ അല്ലെങ്കിൽ ബാത്റൂം ഡ്യൂട്ടി അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് 2-3 പേര് സുഖവാസത്തിന് വന്ന പോലെയാണ് പെരുമാറുന്നത്. പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ജാസ്മിൻ, ഋഷി, അഭിഷേക്. അഭിഷേകും ഋഷി അടുക്കളയുടെ പരിസരത്ത് പോലും അങ്ങനെ പോകുന്നതും കാണുന്നില്ല കേട്ടോ. വെള്ളം കുടിക്കാൻ മാത്രം ഋഷി പോകാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അർജുൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അർജുൻ അവിടെ പണി പോലെ അടുക്കളയിൽ കിടന്ന് പണിയുന്നുണ്ടെന്നെങ്കിലും പറയാം. നോറ ഉണ്ടായിരുന്നപ്പോൾ നോറയും കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. വേറെ ഒരാളും തിരിഞ്ഞു നോക്കില്ല. ജിൻഡോ വരും, ജിൻഡോ അത് ചെയ്യാം ഇത് ചെയ്യാന്നൊക്കെ പറയും. പിന്നെ ജിൻഡോയുടെ ഭക്ഷണമാണെങ്കിലും ജിൻഡോ സ്വന്തമായിട്ട് മുട്ടയൊക്കെ പൊരിച്ച് അല്ലെങ്കിൽ ചെയ്യാറുണ്ട്. ഇപ്പം സോയ വറക്കാന്നൊക്കെ പറഞ്ഞ് ജിൻഡോ വന്നിരുന്നു. അപ്പം പിന്നെ ഗതി കെട്ടിട്ട് അർജുനും ശ്രീതും മടുത്തു. അർജുൻ അങ്ങോട്ട് ജാസ്മിനോട് ചോദിച്ചു, ജാസ്മിൻ എന്തെങ്കിലും ഗ്രേവി ഉണ്ടാക്കാമോ ഉച്ചയ്ക്ക്? അപ്പോൾ ജാസ്മിൻ എന്തുണ്ടെന്ന് അവിടുന്ന് വിളിച്ച് ചോദിച്ചു. പിന്നെ മനസ്സിലായിട്ട് എഴുന്നേറ്റ് വന്നിട്ട് ജാസ്മിൻ പറയുന്നുണ്ട്, സോയ ഞാൻ വറക്കാം, സോയ ഇങ്ങേര് വറക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ജിൻഡോ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒന്നും വരാതിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും വിളിക്കാതെ വരേണ്ടതല്ലേ അതിൻ്റെ ഒരു മര്യാദ. അവനവന് കഴിക്കാനുള്ള ഭക്ഷണം കൂടിയല്ലേ അവിടെ എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അർജുനും ശ്രീതുവും മാത്രമാണ് അവിടെ എന്തെങ്കിലും പണിയെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അർജുൻ വെറുതെ സൗന്ദര്യം കൊണ്ട് മാത്രം നിൽക്കുന്നു എന്ന് പറയുന്നവർക്ക് ഒരു മറുപടിയും കൂടെയാണിത്. അർജുൻ സുഖവാസത്തിന് വന്ന പോലെ പെരുമാറുന്നേ ഇല്ല. ഒന്നുമില്ലെങ്കിൽ അവനവന് കഴിക്കാനുള്ള ഭക്ഷണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ്. അതല്ല ഗെയിം വിൻ ചെയ്യാനുള്ള യോഗ്യത, പക്ഷേ ആ യോഗ്യതയെങ്കിലും അർജുൻ ഉണ്ട്.